മഴ ഒന്ന് മാറിയപ്പോൾ വെറുതെ ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കൂടെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ എവിടെ പോകുമെന്ന് ആലോചിച്ചിരുന്നപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് തോണിക്കടവ് പോകാമെന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ വിട്ടു നമ്മുടെ ഒറ്റപ്പാലം മായന്നൂരിലെ തോണിക്കടവിലേക്ക്. മഴയത്ത് ആ വഴിയിലൂടെ ബൈക്ക് ഓടിക്കാൻ നല്ല വൈബായിരുന്നു. രണ്ട് സൈഡ് നല്ല പച്ചപ്പ് നിറഞ്ഞ പാടം. ഇവിടെ ഒരു വിളക്കുണ്ട്. ആ വിളക്കെന്നാണ് മായനിക്കാവ് ഉത്സവത്തിന് 2 മണിക്ക് ഇതാ ഈ വിളക്ക്. മഴ പെയ്ത് തോർന്നത് നല്ല രസമായിരുന്നു. നല്ല തണുത്ത കാറ്റും ചെറിയൊരു ചാറ്റൽ മഴയും അടിപൊളിയായിരുന്നു. ഞങ്ങൾ ബൈക്ക് അവിടെ സൈഡാക്കി ഇറങ്ങി നടന്നു. ഇവൻ്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഇവനക്ക് ഇവിടുത്തെ സ്ഥലമൊക്കെ നന്നായിട്ട് അറിയാം. നമ്മുടെ ലോക്കൽ ഗൈഡാണ് ഇവൻ. നമുക്ക് ഇവിടുത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടോ. അതോടെ കഴിഞ്ഞു. ആ ഭാഗത്ത് ഭയങ്കര എടുക്കാം, നല്ല ഉൾക്കുറ, നല്ല ഉൾക്കാം. ആ ഭാഗത്ത് കണ്ടോ, ആ ഭാഗം കണ്ടോ പോയിന്റ്, അവിടെയാണ് ഗായത്രി പുഴ കഴിയുന്നത്. അതെ, അവിടുന്ന് അതുണ്ടോ 2 വള്ളം കൂടി നല്ല ഒഴുക്കിലുണ്ടോ, അതാണ് അവിടെയാണ് ഭാരതപ്പുഴ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഭാരതപ്പുഴ അവിടെ നിന്നാണ് ഈ പുഴയിൽ ഒന്നിച്ച് ലയിച്ച് അങ്ങനെ ഒഴുകിപ്പോവും. ലാസ്റ്റ് നമ്മളെ കടലിൽ പോയി മുട്ടും. തമ്പിളിതാ അവിടെ. ഈ നിനക്ക് ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. ഈ 2 പുഴ കൂടി കൂട്ടിമുട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം. പക്ഷേ അപ്പുറത്ത് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ചെമ്പോട്ടിപ്പാറ ഉണ്ട്. ചെമ്പോട്ടിപ്പാറയിൽ ശ്രീരാമന് കൽപ്പാതം ഉണ്ട്. അപ്പോൾ ശ്രീരാമൻ സീതയെ തേടി പോകുമ്പോൾ ഈ വഴി കൂടെയാണ് പോയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗൈസ് നമ്മൾ ശ്രീരാമൻ പോയ വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, പാറ കളറുണ്ടോ, പൊട്ടിച്ചുണ്ടോ, കല്ലിന് കളറുണ്ടോ, ചെമ്പ് കളറാണ്. അതുകൊണ്ട് ചെമ്പോട്ടിപ്പാറ എന്ന് വരുന്നു. കണ്ടോ, ചെമ്പോട്ടിപ്പാറ. ചെമ്പോട്ടിപ്പാറ ഉണ്ട്. പിന്നെ കറുത്തൊരു പാറ ഉണ്ട് അവിടെ. ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല, വെള്ളം ഉണ്ടായതുകൊണ്ട്. അതാണ് തോണിപ്പാറ. നല്ല ആഴാണ് തോണിപ്പാറ. നോക്കിയാണ് വേനൽക്കാലത്ത് അത് നന്നായി കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ചെക്ക് ഡാം വന്നുകൊണ്ട് ഇപ്പോൾ വേനൽക്കാലത്ത് മഴക്കാലത്ത് ഒരേപോലെ വെള്ളം. അതുകൊണ്ടാണ് തോണി ഇതായാലും വേനൽക്കാലത്ത് തോണി ഉണ്ടാവാറില്ല. ഇതല്ലോ, ഇത് ചെമ്പോട്ടിപ്പാറ. അതിൻ്റെ ആ ഭാഗത്ത് എവിടെയൊക്കെയാണ് ശ്രീരാമൻ്റെ കൽപ്പാതം. ആ പുല്ലിൻ്റെ അവിടെയായിട്ട് കാണാൻ പറ്റും. കുറേയൊക്കെ നശിച്ചുപോയി. ഉണ്ട്, ആ വെള്ളതുണ്ട്. അത് കുത്തമ്പള്ളി മറ്റേ മാരിയമ്മൻ കോവിലാണ്. അതുപോലെ ഗായത്രി പുഴയില്ലേ, ഇത് കംപ്ലീറ്റ് പാറയാണ്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലേ തോണി അവിടെ നിർത്തുക, തോണിപ്പാറ അവിടെ നിർത്തുക. അവിടെ തോണിപ്പാറ എന്ന് വരുന്നത്. കാരണം നല്ല വെള്ളം കുറഞ്ഞ ആ പാറയിൽ തോണിയുടെ അടി തട്ടും. അങ്ങനെ തോണി ഇവിടെ നിർത്തുക, തോണിപ്പാറ അവിടെ നിർത്തുക. നല്ല വെള്ളം കുറഞ്ഞു, നല്ല വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ പോകുള്ളൂ, തോണിക്കടവിലേക്ക് പോകുള്ളൂ. മോസ്റ്റ്ലി ഇല്ലേ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആയി കഴിഞ്ഞാൽ തോണി ഇതിലുണ്ടാവും. തോണിപ്പാറ അവിടെ കൊണ്ടുവന്ന് നിർത്തുക. അവിടെ നമ്മൾ നടന്നു വരണം. അപ്പോൾ അതൊക്കെ വിട്ടുപോയി. ഇപ്പോൾ പാലൊക്കെ വന്ന് ഇനിയിപ്പോൾ കുത്തമ്പള്ളി പാലം വരും. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതെ ഇത്രയും താഴത്തൊരു ചക്ക ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഈ അടുത്ത കാലത്ത് നവീകരിച്ച അമ്പലം മൂലമണ്ണൂരെന്ന പേര്. ഇവിടെ അടുത്ത് നോക്കിയാൽ നമുക്ക് ഭാരതപ്പുഴ ഒന്നുകൂടി കാണാം. അത് ആ വളവ് കഴിഞ്ഞാൽ പിന്നെ ആ ചെക്ക് ഡാം കാണാം. ഈ പാറ അവിടെ ഇതാണ് ഗോശാല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി ഇവിടെ നിർത്തി നമ്മൾ പുഴ കാണാൻ പോവാണ്. ഇതാ ഗോശാല. ഉറക്കായി എല്ലാവരും. ഇതാ ഗോശാല ഉണ്ട്. എല്ലാവരും ഉറക്ക കഴിക്കലതിൻ്റെ ഉറക്കായി. ഇവിടെ അമ്പലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള അവർ പാലൊക്കെ ഇവിടെ നമ്മളെ ശരിക്കും ആ ഭാരതപ്പുഴ കറക്റ്റ് ഡെപ്ത് അറിയാം നമുക്ക്. ഇവിടെ ആ ശരിക്കും ആ വെള്ളം കണ്ട് എന്ന് വെച്ചാൽ അത്ര വലിയ പുഴയെന്ന് ഇറങ്ങണം ഇവിടെ വന്നാലും അറിയില്ല. ഇനി അതുകൊണ്ട് കേട്ടോ റിസ്ക്കാണ്. ഇങ്ങോട്ട് വരുമ്പോൾ പുഴ ഇറങ്ങാനേ പാടില്ല. പുഴ അറിയാത്തൊരു പുഴ ഇറങ്ങരുത്, പണി കിട്ടും. നമ്മളെ ഒറ്റപ്പാലം മായനിപ്പാലത്തിന് നോക്കിയാൽ കാണാൻ പറ്റും. ആ അമ്പലം കണ്ടു കണ്ടുണ്ട്. വെള്ളത്തിൻ്റെ നല്ല ചാടുന്ന സൗണ്ട് ഒക്കെ ഉണ്ട്. ഇതാ അതാ ചെക്ക് ഡാം. നീ പറഞ്ഞില്ലേ, അതാ ചെക്ക് ഡാം. ഇതാ അവിടെ കണ്ടോ. ഇവിടെ നിന്ന് നോക്കിയേക്ക് പുഴയുടെ ലെങ്ത് നോക്കി. എത്ര വലിയ പുഴയെന്ന് ഇവിടെ നല്ല അറിയില്ല. അവിടെ നമുക്ക് അത്ര അറിയില്ല. ആ വെള്ളം ചാടുന്ന സൗണ്ട് കേൾക്കും കേട്ടോ. അതൊരു അയ്യപ്പസ്വാമിയുടെ അമ്പലമാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്. ഇതുണ്ടോ അവിടെ അയ്യപ്പസ്വാമിയുടെ അമ്പലം. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഇവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ആ വളവിൽ കുത്തമ്പള്ളിയുടെ അവിടെ. ഇത് കഴിഞ്ഞ് മായനിപ്പാലം കഴിഞ്ഞാൽ ആ അറ്റത്താണുള്ളത്. കുളവാഴയാണ്. ഇതാണ് കുളവാഴ. അങ്ങനെയാണ് ഇവിടെയൊക്കെ പറയാം. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല. വാഴകളൊക്കെ ശ്രമിക്കണം. ആഫ്രിക്കൻ പായലെന്നും പറയാം. ഇവിടെ കുറേ പേര് മീൻ പിടിക്കാൻ ചൂണ്ടിട്ടുണ്ടായിരുന്നു. മീൻ വരെയൊന്നും കിട്ടുമെന്ന് അറിയില്ല. ഞങ്ങൾ അതിന് മുമ്പേ പോകുന്നു. ഇത് അടുത്ത സ്റ്റേഷൻ പാലപ്പുറം. പക്ഷേ ലോക്കൽ ട്രെയിൻ മാത്രം അവിടെ നിർത്തുന്നു. കണ്ടു ആ വിളക്കുണ്ട് റൈറ്റിൽ. ഇതാ ഈ വിളക്കുണ്ട്. ഇവിടെയാണ് ഉത്സവത്തിന് തിരികൊളുത്തിയിട്ട് തുടങ്ങുന്നത്. അത് ആകെ മായനിക്കാവും പൂരത്തിന് മാത്രമേ
വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് നല്ല സൺസെറ്റ് കാണാനും പറ്റി. ഈ കനാലിന് കഥ ഉണ്ട്. ഇവിടെ ഞാൻ കൂട്ടരും കൂടെ റൈസ് വെച്ചിട്ട് വീണു. റൈസ് വെച്ച് ഞാൻ കൂട്ടരും ഇവിടെ വീണു ഈ കനാലിൽ. ഞാൻ സൈഡിൽ വീണു, അവൻ കനാലിൽ വീണു.